നമസ്കാരം. ഇരിക്കൂട്ടോ. ഞാൻ ഇരുന്നല്ലോ. അല്ല, സാധാരണ ഞങ്ങളിവിടെ വരുമ്പോ ഞാൻ പറയും ഇരിക്കൂന്ന്. സാർ അതിനു മുമ്പേ ചാടി കയറി അങ്ങ് ഇരുന്നു. പിന്നെ ഇരിക്കൂട്ടോന്ന് എനിക്ക് പറയാതിരിക്കാനും വയ്യ. ശീലായി പോയേ. ഇരിക്കൂട്ടോ. എന്താ പ്രശ്നം? ചായ കുടിച്ചോ? അതാണ് എന്റെ പ്രശ്നം. ചായ കുടിക്കുന്നതോ? അതല്ല, ചായ കുടിച്ചോന്ന് ചോദിക്കാൻ വേണ്ടി എനിക്കൊരു ഭാര്യയില്ല. അതാണ് എന്റെ പ്രശ്നം. ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. അതല്ല, എന്റെ ഭാര്യ എന്നോട് ചായ കുടിക്കാൻ ചോദിക്കാറില്ല മേഡം. അവള് പിണങ്ങിപ്പോയി. ഈശ്വരാ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അനി. അനി. ഭാര്യയുടെ പേര്? വിനി. ശ്ശോ, പേരിൽ തന്നെ എന്തൊരു പൊരുത്തം. പക്ഷേ വില്ലൻ അവനാ. ആര്? ഈഗോ. ഈ കഴിഞ്ഞിട്ടുള്ള ഗോ. അത് വലിയ കാര്യത്തിലുള്ള കാര്യം. വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യയെ എന്ത് വിളിക്കും? തനിച്ചിരിക്കുമ്പോ ഞാൻ അവളെ വിളിക്കത്തേ ഇല്ല. വന്നു കഴിഞ്ഞാ സ്വസ്ഥത കാണൂല. നമ്മൾ തനിച്ചിരിക്കണം എന്തിനാണ്? സ്വസ്ഥതയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ ഭാര്യ ആരെങ്കിലും വിളിക്കോ? അയ്യോ, അത് ശരിയാണല്ലേ. അത് ശരിയാണോ? എന്തിനാ ചിരിക്കുന്നത്? ശരിയല്ല. ശരിയല്ല. നിങ്ങളെ ഭാര്യയെ എപ്പോഴെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്. ചിന്തിക്കുന്ന സ്നേഹം വരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹഗ് ചെയ്യണം. ഹഗ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓക്സിഡോക്സിൻ കൂടും, സകല പ്രശ്നങ്ങളും തീരും. ഉദാഹരണത്തിന്, അനിയൻ എന്നെ ഒന്ന് ഹഗ് ചെയ്യൂ. വരൂ, വരൂ, ഹഗ് ചെയ്യൂ. ചെയ്യൂ, ഹഗ് ചെയ്യൂ. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഒരു ദിവസം 4 നേരം ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അല്ലല്ല, ശരിക്കും നിങ്ങളത് പ്രണയ വിവാഹമായിരുന്നു? ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ സാബേട്ടനായിട്ട്. എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. പാട്ടൊക്കെ പാടും സാബേട്ടൻ, നൃത്തം ചെയ്യും സാബേട്ടൻ. ഇത്രേ ഉള്ളു സാബേട്ടൻ. സത്യം പറയാനില്ല, ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇതാണ് വേണ്ടത്. അണപ്പല്ല, നിങ്ങളെ ഈ ഒത്തൊരുമയുള്ള ഈ ജീവിതമാണ് എനിക്ക് സത്യം എനിക്ക് വേണ്ടത്. സത്യം, സീരിയസ്ലി. അതിനുവേണ്ടി ഇതുവരെ വരണം എന്നൊന്നുമില്ല. എന്റെ 40കളിലെ പ്രണയം വായിച്ചിട്ടുണ്ട്. 40-ലല്ല പ്രളയം, 2018 പ്രളയം. അയ്യോ,